എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു ഷോർട്ട് റോഡ് ട്രിപ്പിന് വേണ്ടി പോവാണ്. ഫ്രം ലക്സംബർഗ് ടു ബെൽജിയത്തേക്കാണ് പോകുന്നത്. സോ ദാറ്റ് യുൽ ബി സീയിങ് ഇൻ ദിസ് വ്ലോഗ്. ബെൽജിയത്തിലെ ദുർബോയ് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ലക്സംബർഗിൽ നിന്ന് ഒരു 1 hour 42 minutes ആണ് ഉള്ളത്. അപ്പോൾ പോകുന്നതിന് മുമ്പേ പെട്രോൾ അടിച്ചിട്ട് പോവാൻ വിചാരിച്ചു. പെട്രോൾ അടിക്കാൻ നമ്മളെ നാട്ടിലെ മാഹി സെറ്റപ്പാണ് ലക്സംബർഗിൽ. ബിക്കോസ് ഇവിടെ പെട്രോളിന് വില കുറവാണ്. പിന്നെ ആരും അടിച്ചു തരാനൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ പെട്രോൾ അടിക്കണം. അങ്ങനെ വീണ്ടും നമ്മൾ ലക്സംബർഗിൽ നിന്ന് ബെൽജിയത്തിലേക്ക് യാത്ര തുടരുന്നു. ബെൽജിയത്തേക്ക് എത്താനായിട്ട് ഒരു അടിപൊളി മഴ പെയ്തു. ഞാൻ വിചാരിച്ചു എൻ്റെ റോഡ് ട്രിപ്പ് എല്ലാം കുളമായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ നിന്നു. ആൻഡ് ഫൈനലി നമ്മൾ ബെൽജിയം ബോർഡർ എത്തിയ ഒരു കാഴ്ച കാണേണ്ട വെച്ചാൽ ഇവിടെ ഫുള്ള് വിൻഡ് മിൽസ് കാണാം. നല്ല രസമുള്ളൊരു കാഴ്ചയാണിത്. ബെൽജിയത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകമുണ്ട്. ഒരു കൈൻഡ് ഓഫ് ബ്രിക്ക് ഹൗസ് പോലെയാണ് കാണുക. എല്ലാ വീടുകളും കുറച്ച് ഇതേപോലെയാണ് ഉള്ളത്. ആൻഡ് ഫൈനലി നമ്മൾ ദുർബോയിലെത്തി. കാർ പാർക്കിങ്ങിനവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ബി എഴുതിയത് ബെൽജിയത്തിൽ നിന്നുള്ള വണ്ടി, NL നെതർലാൻഡ്സ് എന്നുള്ള വണ്ടിയാണ്, F ഫ്രാൻസ് എന്നുള്ള വണ്ടിയാണ്, ആൻഡ് L ലക്സംബർഗ് എന്നുള്ള വണ്ടിയാണ്. സോ ഫൈനലി നമ്മൾ ബെൽജിയത്തിലെ ദുർബോയ് പറഞ്ഞ സ്ഥലത്തെത്തി. സോ വെൽക്കം ടു ദുർബോയ്. ദുർബോയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി എ സിറ്റി ആൻഡ് എ മുനിസിപ്പാലിറ്റി ഓഫ് പൊളോണിയ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ പ്രൊവിൻസ് ഓഫ് ലക്സംബർഗ്, ബെൽജിയം. ദുർബോയ് പറയുന്നത് വൺ ഓഫ് ദ സ്മോളസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ആണ്, ആസ് വെൽ ആസ് ഇൻ ബെൽജിയം ഓൾസോ. ഈവൻ ദോ ദുർബോയ് ഒരു ചെറിയ സിറ്റി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു വേറെ തന്നെ ഒരു വൈബായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. കുറേ ക്യൂട്ട് കഫേസ് ഉണ്ട്, ക്യൂട്ട് ഷോപ്സ് ഉണ്ട്. ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് ഞാനൊരു ഷോപ്പ് ശ്രദ്ധിച്ചു. ആ ഷോപ്പിൽ ഞാൻ ഒടുക്കം തിരക്കും എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ആൻറ്റിക് പീസസ് വിൽക്കുന്ന ഒരു ഷോപ്പാണത്. ലൈക്ക് കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട്. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും നമുക്ക്. പിന്നെ ഓൾസോ എനിക്ക് വില ഓൾസോ കുറച്ച് ചീപ്പായിട്ടാണ് എനിക്ക് കുറച്ചും കൂടി തോന്നിയത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കിട്ടുന്ന രാജസ്ഥാനി ബൊമ്മകളടക്കം അവിടെ ഉണ്ട്. പിന്നെ കുറേ പെയിൻറ്റിങ്സും കുറേ ചെറിയ കുട്ടി സാധനങ്ങളും ഉണ്ട്. ആൻഡ് ഫൈനലി ഞാനൊരു ആൻറ്റിക് പീസ് അവിടെ നിന്ന് വാങ്ങിച്ചു. ബെൽജിയത്തിലെ വൺ ഓഫ് ദ ഫേമസ് തിങ് ആണ് ബെൽജിയം ബിയേഴ്സ്. അപ്പോൾ ബെൽജിയം ബിയേഴ്സ് വിൽക്കുന്ന കുറേ ഷോപ്പുകളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ വേറൊരു ഷോപ്പ് ഞാൻ ശ്രദ്ധിച്ചത് ഈ പെർഫ്യൂം ഷോപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പെർഫ്യൂം ഷോപ്പ് കാണുന്നത്. ലൈക്ക് വെരി നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഷോപ്പ്. ആൻഡ് നല്ല പെർഫ്യൂംസ് ഓൾസോ അവിടെ അവൈലബിൾ ആയിരുന്നു.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലിഫ് പോലത്തെ സ്ഥലം കണ്ടു. ഇതിന് താഴെ ഒരു ചെറിയ ലേക്ക് ഓൾസോ ഉണ്ട്. ഈ ക്ലിഫിൻ്റെ മേലെ കൂടെ പല ടൂറിസ്റ്റുകളും ഹൈക്ക് ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടാണ് ഇത്. ആൻഡ് ഈ ലേക്കിൽ ചെറിയ നല്ല അടിപൊളി മീനുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള മീനായിരുന്നു ഉള്ളത്. വലിയ കാര്യത്തിൽ ക്ലൗഡി ആയതുകൊണ്ട് ഞാൻ വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ നല്ല പൊരിഞ്ഞ വെയിലാണ്. ഹായ് എവ്രി വൺ, നമ്മളിപ്പോൾ ഉള്ളത് ടൊപ്പൈറീസ് പാർക്കിലാണ്. ഐ തിങ്ക് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. സോ വീൽ ജസ്റ്റ് ഗോ ഇൻ ആൻഡ് സീ. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോപ്പിയറി പാർക്കാണ് ഇവിടെ ഉള്ളത്. മോർ ദാൻ 250 പ്ലാന്റ്സ് ആൻഡ് അതിൻ്റെ സ്കൾപ്ചേഴ്സുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവരെ എഫേർട്ട് ശരിക്കും പറഞ്ഞറിയിക്കേണ്ടതാണ്. ദ വേ ദേ ഹാവ് മെയിൻറ്റെയിൻഡ് ഭയങ്കര ക്ലീൻ ആയിരുന്നു. ആൻഡ് ഓൾസോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓരോ സ്കൾപ്ചേഴ്സ് കാണാനും ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഓൾസോ ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ഫോർ എഡൽട്സ് ആൻഡ് ഓൾസോ ഫോർ സ്മോൾ കിഡ്സ് ഓൾസോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണിത്. കുറേ നടന്നിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി. ഇറ്റ്സ് വിത്ത് എ ബ്യൂട്ടിഫുൾ വ്യൂ. കണ്ടോ, ഫുൾ പാർക്കും കാണാം. നല്ല വ്യൂ. വെൽക്കം ടു മൈ സർപ്രൈസ് ഫുട്ടേജ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, ബെൽജിയത്തിലൊരു ഹിന്ദു ടെമ്പിൾ ഉണ്ട്. സോ വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. ഓക്കെ. രാധേഷ് കാസിൽ എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളൊരു ടെമ്പിൾ ഉണ്ട്, ഒരു ആശ്രമം സെറ്റപ്പാണ്. പിന്നെ ഓൾസോ ആർട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പോയ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ധോത്തീസൊക്കെ ഇട്ടിട്ട് സാരീസൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. രാധേഷ് പറയുന്നത് ഒരു ഇസ്കോൺ ടെമ്പിൾ ഇൻ ബെൽജിയം ആണ്. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഒരു ഗൈഡിന് ഓൾസോ കിട്ടും. ആ ഗൈഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇവിടെ എങ്ങനെയാണ് ഇത് അവർ വർക്ക് ചെയ്യുന്നതും സ്ഥിതി ചെയ്യുന്നതും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൂംസ് ഓൾസോ ഉണ്ട്. ഒരു റൂമാണ് ഭഗവത്ഗീത റൂം. ഈ റൂമിൻ്റെ ഉള്ളിൽ വൺ ഓഫ് ദ വെരി ബിഗ്ഗസ്റ്റ് ഭഗവത്ഗീത ഇസ് ദേ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഫുൾ എക്സ്പ്ലനേഷനും അവരെ ഇസ്കോൺ വേൾഡ് വൈഡിലുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു തരും. ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ആൻഡ് ദേ ഓൾസോ സ്പീക്ക് അബൌട്ട് കൃഷ്ണൻ എങ്ങനെയാണ് ജനിച്ചതും ഭഗവത്ഗീതനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഈ റൂമായിരുന്നു. ഇതിലൊരു ഫ്ലൈയിങ് ലോർഡ് വിഷ്ണുവിനെ കാണാം. ഇങ്ങനത്തെ ഒരു സ്കൾപ്ചർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി.
ഞാനും വേറൊരു ഇന്ത്യൻ ഫാമിലിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഫോറിനേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് പല ഇന്ത്യൻ ഫെസ്റ്റിവൽസിനെ പറ്റി പല ചോദ്യങ്ങളും ചോദിക്കും. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു സന്തോഷം തോന്നി. നമ്മളെ കൾച്ചറിനെ പറ്റിയും പലതും ഇവർ സംസാരിക്കാൻ കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷം. ഇതാണ് ഇവിടുത്തെ ടെമ്പിൾ റൂം. ഇതാണ് ഇവിടുത്തെ ആർട്ട് മ്യൂസിയം. നമ്മൾ ഭഗവത്ഗീതയിലും രാമായണത്തിലും കണ്ട പല ഇൻസിഡൻസും ഇവിടെ വാട്ടർ കളർ രൂപത്തിലും അല്ലാതെയും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൾപ്ചേഴ്സും സാരീസ്, സൽവാസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് നമുക്കൊരു സോവിനിയർ പോലെ വാങ്ങാൻ പറ്റിയ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ പേരാണ് ഗോവിന്ദ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം സാരി, പൊട്ട്, മൂക്കുത്തിയൊക്കെ കൊത്തിയിട്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇന്ത്യൻ ഫുഡ് കണ്ട സന്തോഷത്തിൽ ഞാനൊരു വെജ് താലിയും പിന്നെ 2 സമൂസയും ഒരു മാംഗോ ലസ്സിയും കഴിച്ചു. മാംഗോ ലസ്സി അടിപൊളിയായിരുന്നു. ബിൽഡിങ്ങിന്റെ ബാക്കിൽ ഇവർക്ക് വലിയൊരു ഗോശാലയും ഉണ്ട്. ആൻഡ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവരെ ഭക്തി വേദാനന്ദ ലൈബ്രറി ഓൾസോ കണ്ടു. ആൻഡ് ഫൈനലി നമ്മൾ ബൈ ടു ദുർബോയ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ലക്സംബർഗിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി റെയിൻബോ ഓൾസോ കണ്ടു. ദാറ്റ് മെയ്ഡ് മൈ ഡേ മോർ സ്പെഷ്യൽ. ഞാൻ എവിടെ പോയാലും അവിടുന്ന് ഒരു ചെറിയ സോവിനിയർ വാങ്ങും. വേറെ ഒന്നും കൊണ്ടല്ല, ആ സോവിനിയർ കാണുമ്പം പിന്നീട് എനിക്ക് ഈ ഓർമ്മകളായിരിക്കും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക.